ജനാധിപത്യത്തിൽ ഇത്തവണ വല്ലാത്ത രൂപത്തിൽ പണം ഇറങ്ങി ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ സിറ്റിംഗ് MLA ആയിരുന്നല്ലോ 10 വർഷം. എന്റെ കയ്യിൽ പ്രത്യേകിച്ച് പണമൊന്നുമില്ല. കാരണം ഒരു കറയും പുരളാത്തൊരു കൈയാണ് ഇത്. ഒരു കറയും പുരണ്ടിട്ടില്ല. ആ കൈകൾ ശുദ്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഴിമതിയുടെ പണം ഉണ്ടായിരുന്നില്ല. പണം തരാനും അധികം ആരും ഉണ്ടായിരുന്നില്ല. കൃത്യമായ എന്താ പറയണ്ടേ, ഇത്ര നോട്ടീസ് അടിച്ചു, ഇത്ര പോസ്റ്റ് അടിച്ചു, ഇത്ര അഭ്യർത്ഥന അടിച്ചു, ഇതെല്ലാം കൃത്യമാണ്. അതിനകത്തൊന്നും ഒരു വ്യാജ കണക്കുമില്ല. 500 ബോർഡുകൾ UDFും BJPയും വെക്കുമ്പോൾ അവിടെ 5 ബോർഡാണ് എനിക്ക് വെക്കാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ സിറ്റിംഗ് MLA ആയിരുന്ന ഒരാളുടെ കയ്യിൽ പണമില്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതുമ്പോൾ അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണണം. അവിടെയാണ് പരാജയപ്പെട്ടതിന് ശേഷവും ആക്രമിക്കുക, അപവാദം പറയുക ഒന്നും നിർത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓർത്തുകൊള്ളുക, കായംകുളത്തിന് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളെയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്തോ. വേണമെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ ഒരു യാത്ര വരൂ. തൊട്ടടുത്ത മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കായംകുളം എത്ര വ്യത്യസ്തമാണ്. ഇപ്പോഴും പുതിയ MLAയോട് പറയാനുള്ളത്, 15 കോടിയുടെ വർക്ക് ഓൺഗോയിങ് ആണ് ഇപ്പൊ കായംകുളത്ത്. നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടില്ല. കാക്കനാട് റോഡും അതുപോലെ തന്നെ നിറയൽമുക്ക് റോഡും. കാക്കനാട് റോഡ് എന്താ ചെയ്യാൻ പറ്റാതിരിക്കുന്നതെന്ന് വെച്ചാൽ യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള ബിറ്റുമിന്റെ റേറ്റ് വർധനവ്. അതുകൊണ്ട് ആ റേറ്റ് ഇപ്പം പുതിയ ഗവൺമെന്റ് വന്ന് ആ റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വർക്ക് ചെയ്യാനാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഒപ്പം കൃഷ്ണപുരത്ത് എനിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത് ആ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു. റോഡ് പൊളിച്ചിട്ടത് റോഡ് നന്നാക്കാൻ വേണ്ടിയായിരുന്നു. പൊളിഞ്ഞു കിടന്ന റോഡാണ് പൊളിച്ചിട്ടത്. ആ റോഡുകളൊക്കെ തന്നെ NSS കാരവള്ളിമുക്ക് കരയോഗം എല്ലാം ഭംഗിയായിട്ട് വരുന്ന സമയത്ത് 40 mm റോഡുകളുണ്ട്, BMBC റോഡുകളുണ്ട്. അപ്പൊ ഇനി പുതിയതായിട്ട് വരുന്ന MLAക്ക് റോഡുകൾ ചെയ്യാനായിട്ട് ഒരു 10-20% മാത്രമേ ഉള്ളൂ. 100 റോഡ് എടുത്താൽ ഒരു പഞ്ചായത്തിൽ ഇനി കേവലം 10 റോഡ് വല്ലതും കാണും. ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഒപ്പം പുതിയ MLAക്ക് സന്തോഷത്തോടെ സഞ്ചരിക്കാം എല്ലായിടങ്ങളിലും. അതുപോലെ പത്തിയൂർ സ്കൂൾ കെട്ടിടം ഞാൻ കൊണ്ടുവന്നതാണ്. അതിന്റെ ഗ്രൗണ്ട് കോൺക്രീറ്റിംഗ് ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. KSRTC ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ഗവൺമെന്റ് എനിക്ക് തന്ന ഫണ്ടാണ്. അത് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മാമ്പ്രക്കന്നെ ROB ഞാൻ കൊണ്ടുവന്നതാണ്. എന്റെ ഗവൺമെന്റ് തന്നതാണ്. കിഫ്ബി ആണ് ഫണ്ട്. 36 കോടിയാണ്. സ്ഥലമെടുക്കാൻ 10 കോടി കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞിട്ടും എന്നെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട് പലരും. ഇതെല്ലാം കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയാവട്ടെ, തിയേറ്റർ എടുത്ത കോൺട്രാക്ടർ അതൊരു കുറച്ച് ദാരിദ്ര്യം ആയിപ്പോയി അയാൾക്ക്. അതാണ് ആ കോൺട്രാക്ടർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പുതിയ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അതൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അന്ന് ഇനിയിപ്പോ കോൺട്രാക്ടർ മാറ്റാം, അയാളെ ടെർമിനേറ്റ് ചെയ്ത് പുതിയ കോൺട്രാക്ടർ വെച്ചുകൊണ്ട് ആ തിയേറ്റർ പൂർത്തീകരിക്കണം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ആ തിയേറ്റർ എന്റെ കയ്യൊപ്പ് പതിഞ്ഞ തിയേറ്റർ തന്നെയാണ്. ഇങ്ങനെ നഗരത്തിൽ, ഗ്രാമങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഓൺഗോയിങ് ഉണ്ട്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചതൊക്കെ നമുക്കറിയാം. ആയിരുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചത് എനിക്കൊരു അവസരം കായംകുളംകാർ തരണേ എന്നാണ്. എന്നോട് കോൺഗ്രസിലെ പലരും പറഞ്ഞിട്ടുണ്ട്, ആ കരച്ചിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞതിനെ എന്നെ നിങ്ങൾ കളിയാക്കി. ഞാൻ കരഞ്ഞത് വോട്ടിന് വേണ്ടി ആയിരുന്നില്ല. ലീഗിന്റെ നേതാവ് എന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരുപാട് അനാവശ്യം വൃത്തികേട് പറഞ്ഞ സമയത്ത് മാധ്യമങ്ങൾ തുടർച്ചയായി ചോദ്യം ചോദിച്ചപ്പോഴുണ്ടായ ഒരു സ്ലിപ്പ് മാത്രമാണ്. അല്ല, വോട്ടിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുമില്ല. അങ്ങനെ കരഞ്ഞല്ല വോട്ട് വാങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ശരി, ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും ജയം തന്നെയാണ്. ആ ജയത്തെ അംഗീകരിക്കുന്നു. ഏറ്റവും ഭംഗിയായിട്ട് എന്റെ കായംകുളത്തെ ഒരു 10-60,000 ജനം എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. അവരോടൊക്കെ അങ്ങേയറ്റം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ കായംകുളത്തിന് വർഷങ്ങൾക്ക് ശേഷം ഒരു മന്ത്രിയെ കിട്ടിയിട്ടുണ്ട്. ആ മന്ത്രിക്ക് MLA ചെയ്തതിന്റെ ഇരട്ടി കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്തു വെച്ചത് പൂർത്തീകരിക്കാന്നുള്ളതല്ല, പുതിയത് ചെയ്യാനാണ് പുതിയ MLA ശ്രമിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് വഴി കാണിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വകുപ്പിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു.